ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ഷേക്കുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് അവലാണ്. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അവൽ നന്നായിട്ട് വറുക്കണം. 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും അവൽ റെഡിയാകും. കയ്യിൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിയുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നീട് അത് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറുപഴമാണ്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം, ചെറുപഴമായിരിക്കും നല്ലത്. പിന്നെ അത് അരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിക്കുക. ഇനി ഞാനിവിടെ എടുക്കുന്നത് ബദാം പൗഡറാണ്. ഇത് ബദാം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. കൽക്കണ്ടവും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. അതോ ഹോർലിക്സോ ഏതാണുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ മധുരത്തിനായി മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ബദാം പൊടിച്ചതിൻ്റെ കൂടെ കൽക്കണ്ടം ഇട്ടിട്ടുള്ളത് കൊണ്ട് വളരെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിൻ്റെയോടൊപ്പം തന്നെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. കഴിക്കുന്ന സമയത്ത് മാത്രം അവലിടുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. അവലിട്ട് ഒരുപാട് ഇളക്കാതിരുന്നാൽ മതി. ഇളക്കി കഴിഞ്ഞാൽ അവൽ കുതിർന്നു പോവും, അതിന് വേറൊരു ടേസ്റ്റ് വരും. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് മിൽക്ക് മെയ്ഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഞ്ചസാരയോ കൽക്കണ്ടമോ എന്താണെങ്കിലും ചേർത്താൽ മതി. ഇനി മധുരം ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ പഴത്തിൻ്റെ മധുരം മാത്രമാണെങ്കിലും മതി. പിന്നെ ഞാനിവിടെ ബദാം പൗഡർ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നട്ട്സ് എല്ലാം കൂടെ പൊടിച്ച് വെച്ചതാണെങ്കിലും ഹോർലിക്സ് ആണെങ്കിലും നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഇനി പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ പഴം ചേർക്കാതെയും ഇതുണ്ടാക്കാം. ഇത് ഞാൻ പഴം ചേർക്കാതെ ഉണ്ടാക്കിയ ഷേക്കാണ്. ഇതിൽ ഞാൻ ബദാം പൗഡറും പാലും മിൽക്ക് മെയ്ഡും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ അവൽ വറുത്തതും കൂടെ ചേർക്കാം. പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോൾ അവലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പൊടിയും ഇടവിട്ട് ചേർത്ത് ഈ മിക്സ് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഇവിടെ എൻ്റെ മക്കൾക്ക് ഒരാൾക്ക് പഴം ഇഷ്ടമില്ല, വേറൊരാൾക്ക് പഴം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് രീതിയിലും തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഷേക്ക് എത്രയും വേഗം മക്കൾക്ക് തയ്യാറാക്കി കൊടുത്ത് നോക്കിയോളൂ, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും.